ബി റെജി, ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഷാഫി പറമ്പിലിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ പെട്ടെന്ന് തന്നെ വി ഡി സതീശൻ രംഗത്തെത്തി. കാരണം പാർട്ടിക്ക് മുന്നിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കില്ല. ഷാഫി പറമ്പിലിനെതിരെ എൻ സുരേഷ് ബാബു ഉന്നയിച്ചതുപോലെ ഇങ്ങനെ ബാംഗ്ലൂർക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്നയാളാണ് എന്നൊന്നുമുള്ള ആക്ഷേപം പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉത്തമ ബോധ്യത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. അത് പാർട്ടിക്ക് കൃത്യമായ വിവരം കിട്ടുകയും പരാതി കിട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പാലക്കാട് ഈ ഷാഫി പറമ്പിലിന്റെ ആശീർവാദത്തോടു കൂടി ഇറക്കിയിരിക്കുന്നത് സതീശന്റെ കൺമുന്നിലൂടെ, സതീശൻ പറഞ്ഞിട്ടും കേൾക്കാതെ. അപ്പോൾ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം, അതിനെ സൈബർ പോരാളികൾ എന്ന് മാത്രമല്ല പാർട്ടിയിലെ തന്നെ നേതാക്കളും ഉൾപ്പെടുന്നു, ഷാഫിയൊക്കെ ഉൾപ്പെടുന്ന ഒരു നേതൃനിര. അതിൽ എ ഗ്രൂപ്പ് എന്നും പറയാൻ പറ്റില്ല, കാരണം എ ഗ്രൂപ്പിന് എതിർപ്പുണ്ട്. എ ഗ്രൂപ്പിലെ മുഴുവൻ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ട് തന്നെ രംഗത്ത് വരുന്നതിന് സൂചന കിട്ടുകയാണ്. സൂചന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സന്ദേശം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതാണിപ്പോൾ പാലക്കാട് കണ്ടുവരുന്നത്. പക്ഷേ ഈ ഷാഫിയെ പ്രതിരോധിക്കുന്നത് പോലെയൊന്നും രാഹുലിനെ പ്രതിരോധിക്കാത്ത ഒരു പാർട്ടിയോടാണ് ഇപ്പോൾ ഇവർ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ പറഞ്ഞ ശ്രീ മഞ്ജുഷ് പറഞ്ഞതിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ട്. ഷാഫി പറമ്പിലിനെ പ്രതിരോധിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അത്തരത്തിൽ പ്രതിരോധിക്കുവാൻ പാർട്ടി സന്നദ്ധമാകുന്നില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഉത്തമ ബോധ്യമായ തെളിവുകൾ കൈവശമുള്ളതുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അതെ അങ്ങനെ പരാതികളില്ലായിരുന്നുവെങ്കിൽ സംരക്ഷിച്ചേനെ. കാരണം CPM ഒക്കെ സംരക്ഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ സംരക്ഷിച്ചേനെ. ഇവിടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ കോൺഗ്രസിൻ്റെ MLA ബഹുമാന്യനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ എതിരാളികൾ അത് കൊണ്ട് മുതലെടുക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ചേർന്ന് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 നടപടികൾ സ്വീകരിച്ചു. അത് ഒന്ന്, പാർട്ടിയിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് എന്നാണ് അതിന്റെ മീനിങ്. അത് ഈ സാധാരണയായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമോ അല്ലെങ്കിൽ പാർട്ടിയിലെ പാർട്ടിയിൽ എങ്ങനെയാണ് ഈ ഫർദർ ഓർഡർ അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് എന്നാണ് അതിന്റെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ 1 മാസം ആയി കഴിഞ്ഞു. തുടർ നടപടി എടുക്കുന്നത് വരെ എന്നുള്ളതാണ് തുടർ തീരുമാനം. തുടർ തീരുമാനത്തിലേക്ക് പോകുവാൻ പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ. നോക്കൂ, ഞാനത് പറയാം. അതിനുശേഷം അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നു. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്നും രാജിവെച്ചു. ഇത് ആണ് സിറ്റുവേഷൻ. എന്നാൽ അദ്ദേഹം MLA സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ MLA എന്നുള്ള ഒരു അവകാശം അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. കാരണം അത് പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണ്. MLA എന്നുള്ള ഒരു അവകാശത്തിൽ പാർട്ടിക്ക് ഒരു തരത്തിലും ഏതെങ്കിലും തലത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇനി വസ്തുത അതായിരിക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. ആ ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരാളെ നമ്മൾ ഒരു കുറ്റവാളിയാക്കണമെങ്കിൽ ആ ആരോപണം നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിനേക്കാൾ ഉയർന്ന ധാർമ്മിക മൂല്യം കാത്തു സൂക്ഷിച്ചു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതിന് കണ്ണിൽ പൊടിയിടുക എന്നൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് ആനയിക്കുന്നത് പരിചിത മുഖങ്ങൾ തന്നെയാണ്. കോൺഗ്രസിന്റെ ജില്ലയിലെ പരിചിത മുഖങ്ങൾ തന്നെയാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ. MLA ഓഫീസിലേക്ക് രാഹുൽ വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം രാഹുലിനെതിരെ നടപടിയെടുത്ത ആളുകൾക്കെതിരെയുള്ള മുദ്രാവാക്യമാണ്, അല്ലാതെ CPMനും BJPക്കും എതിരെയുള്ള മുദ്രാവാക്യമല്ല അവിടെ മുഴങ്ങി കേൾക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ തന്നെയാണ് ഇതിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഉത്തമ ബോധ്യത്തോടെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് VD സതീശനെതിരെയുള്ള മുദ്രാവാക്യമാണ് ഉയരുന്നത് എന്ന് കേട്ടാൽ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു വിഭാഗം രാഹുലിനായിട്ട് പാർട്ടിയിൽ ശക്തമായിട്ട് നിൽക്കുകയാണ് ശ്രീ ബി റെജി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലും ഷാഫിയുടെ പിന്തുണയുമുണ്ട്. പിന്നെ വൈരുദ്ധ്യം എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ ഉത്തമ ബോധ്യത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്, അതായത് പരാതിയൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഷാഫിയെ ഇപ്പോൾ ഈ CPM ജില്ലാ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഉടൻ തന്നെ ഷാഫിക്കെതിരെ ആരും രംഗത്ത് വരുന്നില്ല. കാരണം അങ്ങനെ പരാതി പാർട്ടിയിൽ വരാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഞാൻ വൈരുദ്ധ്യം എന്ന് പറയാൻ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തീരുമാനമെടുത്തത് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു നേതാവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഐക്യകണ്ഠേനയായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിന് രാഷ്ട്രീയ ശത്രുക്കൾ അത് ഏതെങ്കിലും ഇപ്പോൾ VD സതീശൻ ഒറ്റയ്ക്കാണ് എടുത്തതെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറഞ്ഞു പരത്തി അതിൽ നിന്നൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. കോൺഗ്രസിന് ഒറ്റ സ്വരമാണുള്ളത്, ഒരു തീരുമാനമാണ് ഉള്ളത്. അത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ആ വിഷയം അവിടെ തീരുകയാണ്. ഇവിടെ
ഈ രാഹുൽ അതേസമയം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ നോക്കൂ, ഒരു അധിക്ഷേപ പരാമർശം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നോക്കൂ, ആ അധിക്ഷേപം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച ചില സദാചാര ഗുണ്ടകളുണ്ടല്ലോ, അവർ ചില തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സമൂഹം എപ്പോഴും എതിർക്കുകയും അതിനെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ കേരളത്തിലെ ഒരു ഭരണകക്ഷിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്ര ധാർമ്മിക നിലവാരമില്ലാത്ത രാഷ്ട്രീയ ഒരു മാലിന്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ പടച്ചു വിടുമ്പോൾ അദ്ദേഹം ഓർക്കണ്ടേ, നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഇത്തരത്തിലുള്ള മനീമസമായ പദങ്ങൾ ഉപയോഗിക്കുകയോ അധിക്ഷേപങ്ങൾ നടത്തുകയോ ചെയ്യരുത് എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? നമ്മൾ KJ ഷൈനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ എല്ലാവരും അതിനെ പല രീതിയിൽ അതിനെ വിമർശിക്കുകയും അത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കൂ കോൺഗ്രസ്സുകാരാണ് അധിക്ഷേപിച്ചത്. അല്ല, അത് തെളിയിക്കട്ടെ, അത് അന്വേഷണം നടക്കുകയല്ലേ. നമ്മൾ അതിനുള്ളിൽ ഒരു കൺക്ലൂഷൻ എടുക്കണമല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ടീമിനെ രൂപീകരിച്ചിരിക്കുന്നു, അതിൽ വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് തെളിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെളിവില്ല, അല്ലെങ്കിൽ അദ്ദേഹം അഗ്നിശക്തി വരുത്തി പുറത്തു വരുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ പോലീസ് അന്വേഷണത്തിലേക്ക് ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, അവിടെ പരാതിയൊന്നും വരുന്നില്ല എന്നതുണ്ട്. പക്ഷേ അതിനേക്കാൾ നിങ്ങളുടെ പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, കോൺഗ്രസിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതാണത് പ്രശ്നമായത്. കാരണം VD സതീശനും മറ്റു പാർട്ടി നേതാക്കൾക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഒരേ സ്വരത്തിൽ ഒരു തീരുമാനം എടുത്തത്. കാരണം പാർട്ടിക്ക് പരാതി കിട്ടി, അത് ശരിയാണെന്ന് തെളിഞ്ഞു, അതുകൊണ്ടൊരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായി. എന്നിട്ടും പാലക്കാട് DCC പ്രസിഡന്റിൻ്റെയൊക്കെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ രാഹുൽ എന്തോ പുണ്യാളൻ എന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. തങ്കപ്പൻ്റെ രാഹുൽ മണ്ഡലത്തിൽ വന്ന് കോൺഗ്രസ് നേതാക്കളും ഒത്തി കറങ്ങി നടക്കുന്നതിൽ നിന്നും ഒരു പ്രശ്നവും അദ്ദേഹം കാണുന്നില്ല. ഊര് വിലക്കാൻ പറ്റുമോ എന്നാണ് DCC പ്രസിഡന്റ് ചോദിക്കുന്നത്. അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. കോൺഗ്രസ്സുകാരനായി തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ മണ്ഡലത്തിൽ MLA ആയി വിലസുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല, എന്തെങ്കിലും എതിര് ശബ്ദങ്ങൾ ഉയർന്നാൽ, BJP-യിൽ നിന്നോ CPM-ൽ നിന്നോ ഉയർന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വരുന്നതും ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ പിന്നെ സസ്പെൻഷനൊക്കെ ഒരർത്ഥവുമില്ല. ആ മാലിന്യത്തെ പേറുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. തങ്കപ്പൻ്റെ വാക്കുകളിലേക്ക്. APC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാതെ വേറൊന്നും അറിയാം. പിന്നെ കണ്ടാവിണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നത്. രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്, ജനങ്ങളും ഉണ്ട്. അദ്ദേഹം പോവും, അതിനെന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തതും പറയണം, എനിക്കറിയാത്ത കാര്യം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സ്വീകരണവും ഇല്ലല്ലോ. നിങ്ങൾ എന്താ അവിടെ എന്ത് സ്വീകരണം? അയാളെ സ്റ്റാഫും മറ്റേ രണ്ടാളുള്ളതല്ല, ഒരു സ്വീകരണവും ഇല്ല. ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ മണ്ണാക്കടക്ക് എത്തിയിട്ടാണ് അദ്ദേഹം വന്നു എന്ന് തന്നെ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വീകരണം ഒരുക്കാൻ ഞങ്ങൾക്ക് അറിയാം. പാർട്ടിയുടെ മാറ്റി നിർത്തിയത്, പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിന്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ? പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും? പൗരനല്ലേ, MLA അല്ലേ അവിടുത്തെ? നിങ്ങൾ അതൊന്നും നടക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്നതിൽ വളർത്തൂല്ല. നിങ്ങളൊരു കാര്യം വേണ്ടേ, അദ്ദേഹം വരുമ്പോ വഴിമാറി നടക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരം പോലെ ഒന്നും പറയരുത്. അദ്ദേഹത്തിന് MLA ആണ്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലോ അവിടെ മരിച്ചവിടെയോ അല്ലെങ്കിൽ കല്യാണത്തിനോ അദ്ദേഹം വിളിച്ചിട്ടാണ് പോകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കും. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് ഞാൻ ചോദിച്ചത് MLA എന്നുള്ള നിലയിൽ സഹകരിക്കുമോ? പാർട്ടി എഴുതി കൊടുക്കാൻ പറ്റും. അദ്ദേഹം എന്തിനു സഹകരിക്കും? അവിടെ ജനങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല. ഇതാണ് DCC പ്രസിഡന്റിന്റെ വാക്കുകൾ. പാർട്ടി സഹകരിക്കില്ല, MLA ആണ്, ജനങ്ങൾ സഹകരിക്കും. പക്ഷേ അതേസമയം ഊരുവിലക്കിൻ്റെ കാര്യമില്ല. ഇത് കൃത്യമായിട്ടും ഇരട്ടത്താപ്പാണല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടും എന്നൊക്കെ പറയുമ്പോൾ പാർട്ടി അണികൾ കൂടുമെന്ന് തന്നെയാണ്. പാർട്ടി അണികൾ ഒപ്പമുണ്ടാകും, അതിനെ എതിർക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ശ്രീ ബീറജി, നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ അദ്ദേഹത്തെ കാണാൻ വരും. കാരണം MLA സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ, അത് ചെയ്യാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് ഊരുവിലക്ക് കൽപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തോട് സംസാരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തോട് സഹകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിനോട് ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി പരിപാടികളിൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം?
നോക്കൂ, അത് പാർട്ടിയിൽ നിന്ന് അതിൽ അങ്ങനെ അത് പാർട്ടിയിൽ ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകുന്നത്? പാർട്ടി അല്ലല്ലോ, പൊതുജനങ്ങൾ വേറെയല്ലേ. പാർട്ടി കേഡറോ പാർട്ടി അനുഭാവികൾ മാത്രമല്ലല്ലോ പൊതുജനങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത്. അത് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് എന്ത് വൻ ഭൂരിപക്ഷത്തിലല്ലേ അദ്ദേഹം ചെയ്തത്? 18,000 വോട്ടിന്റെ ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ചവരൊന്നും പാർട്ടി നേതാക്കളോ പാർട്ടി അണികളോ ഒന്നും അല്ല എന്നാണ് താങ്കൾ പറയുന്നത്? ബഹുജനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ വോട്ടർമാരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കാരണം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പാർട്ടിയുടേതായിട്ടുള്ള ഒരു സ്വീകരണമോ അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എങ്ങനെ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനൊപ്പമാണ്. അതുപോലെ തന്നെ അവിടെയും പാലക്കാടും അങ്ങനെ തന്നെയായിരുന്നു. ഈ നിഖിൽ കണ്ണാടിയോ അങ്ങനെയൊക്കെ പറഞ്ഞ നേതാവെന്ന് പറഞ്ഞാൽ ചെറിയ നേതാക്കളല്ല അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അത് പാർട്ടി അണികളോ പാർട്ടി നേതാക്കളോ അല്ല, ബഹുജനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ കൈകഴുകാൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി പാർട്ടി സസ്പെൻഡ് ചെയ്തൊക്കെയാണ്, പക്ഷേ പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പാർട്ടി നേതാക്കൾ ഒപ്പമുണ്ട് എന്ന് എല്ലാവരും കാണുന്ന കാര്യമാണ്.